വരാനിരിക്കുന്ന PSC എക്സാമുകളിൽ ഏറെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ PSC എക്സാമുകളിൽ ധാരാളം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എടുത്താൽ തന്നെ അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ വൈഡായി പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ താരതമ്യം ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം, പകുതിയോളം മാർക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചാനലിൽ മിക്ക ദിവസങ്ങളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ താരതമ്യം ചെയ്യുന്നതായിരിക്കും. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസത്തിൽ ഏത് ആറ്റത്തിനാണ് അയോണീകരണ ഊർജം കൂടുതലുള്ളത്? അയോണീകരണ ഊർജം കേൾക്കുമ്പോഴേ മനസ്സിലാക്കിക്കോണം, ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ അയോണീകരണ ഊർജം എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോണം, ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇതിൻ്റെ നമുക്ക് സൈസ് നോക്കാം. 281. ഇതിൻ്റെ ഇലക്ട്രോണുകൾ എണ്ണം കൂട്ടിയാൽ പോരെ. അപ്പോൾ നമുക്ക് ഏതാണ് വലുതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 8 2 10, 10 1 11. ഇതിന് 11 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന് 8 2 10, 10 2 12, 12 ഇലക്ട്രോൺ ഉണ്ട്. ഇത് 10 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇത് 9 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ഏതിനാണ് ഏറ്റവും കുറവ് ഇലക്ട്രോൺ ഉള്ളത്? 9 ഇലക്ട്രോൺ ഉള്ള ഓപ്ഷൻ ഡിക്കാണ്. അപ്പോൾ അതിനായിരിക്കും അയോണീകരണ ഊർജം കൂടുതലുള്ളത്. ഓപ്ഷൻ ഡി ആയിരിക്കും അയോണീകരണ ഊർജം കൂടുതലുള്ള ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കുറവുള്ള ഏതാണ്? സൈസ് കൂടിയ ഓപ്ഷൻ ബിക്കായിരിക്കും. അതിന് 12 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അതിനായിരിക്കും അയോണീകരണ ഊർജം കുറവുള്ളത്. 9 ഇലക്ട്രോണുള്ള ആറ്റം ഏതാണ്? ഫ്ലൂറിനാണ്. 10 ഇലക്ട്രോണുള്ള ആറ്റം ഏതാണ്? നിയോൺ ആണ്. 12 ഇലക്ട്രോൺ ഉള്ളത് മഗ്നീഷ്യമാണ്. 11 ഇലക്ട്രോൺ ഉള്ളത് സോഡിയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ടിപ്സുകൾ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.